ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ഉള്ളത്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മുടെ ചാനലിൽ പ്രത്യേകം പ്ലേലിസ്റ്റായി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങളാണ്. 1. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന രീതി. 2. വിൻഡോസിന്റെ ഡയറക്ടറി സ്ട്രക്ചർ. 3. നാവിഗേഷൻ ആൻഡ് ഫയൽ ആക്സസ് ഇൻ വിൻഡോസ്. ഈ 3 കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഈസിയായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിലെ 3 പ്രധാന ഘടകങ്ങളാണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, യൂസർ എന്ന് നമുക്കറിയാം. ഹാർഡ്വെയർ എന്നാൽ കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ പാർട്സുകളും, സോഫ്റ്റ്വെയർ എന്നാൽ ഹാർഡ്വെയർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പ്രോഗ്രാമുകളും, യൂസർ എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയുമാണ്. ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും കുറിച്ച് വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോകൾ കൂടി കണ്ട് വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന ശൈലി എപ്രകാരമാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. യൂസർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നിവ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ടാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. യൂസറിനെയും ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ടാണ് വിൻഡോസ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ വിഷയമായ വിൻഡോസിന്റെ പ്രവർത്തന രീതിയെ വിവിധ ഭാഗങ്ങളായി തിരിച്ച് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വിൻഡോസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ലഘുവായ വിവരണമാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് യൂസർ ഇന്റർഫേസ്. കമ്പ്യൂട്ടറുമായി ഒരു വ്യക്തി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നതാണ് യൂസർ ഇന്റർഫേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് യൂസറിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് നമുക്കറിയാം. ഈ നിർദ്ദേശങ്ങൾ ഏത് രീതിയിൽ കൊടുക്കുന്നു എന്നുള്ള ഭാഗമാണ് യൂസർ ഇന്റർഫേസ് കൈകാര്യം ചെയ്യുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അടിസ്ഥാനമാക്കിയാണ് വിൻഡോസ് പ്രവർത്തിക്കുന്നത്. ഐക്കണുകൾ, വിൻഡോകൾ, മെനുകൾ തുടങ്ങിയ വിഷ്വൽ എലമെന്റ്സിന്റെ സഹായത്താലാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് മെത്തേഡിൽ വിൻഡോസ് പ്രവർത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ക്യാരക്ടർ യൂസർ ഇന്റർഫേസിലുള്ള ഡോസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. 1970-ൽ മൗസിന്റെ കണ്ടുപിടുത്തമാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ റിസർച്ചിന് അടിസ്ഥാനമായി മാറിയത്. വിൻഡോസിന്റെ പ്രവർത്തനത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് ഹാർഡ്വെയർ കോർഡിനേഷൻ. CPU, RAM, സ്റ്റോറേജ് ഡിവൈസുകൾ, മറ്റ് പെരിഫറൽ ഡിവൈസുകൾ തുടങ്ങി വ്യത്യസ്ത ഹാർഡ്വെയർ ഭാഗങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ വിൻഡോസ് പ്രാപ്തമാക്കുന്നത്. വിൻഡോസിന്റെ പ്രവർത്തനത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് സോഫ്റ്റ്വെയർ എൻവയോൺമെന്റിൽ വരുന്ന ആപ്ലിക്കേഷൻ എക്സിക്യൂഷനും പ്രോസസ് മാനേജ്മെന്റും. ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ മെമ്മറി അലോക്കേഷൻ, ഫയൽ സിസ്റ്റം ആക്സസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് ഓരോ ആപ്ലിക്കേഷന്റെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതും, സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളുടെ എക്സിക്യൂഷൻ കൈകാര്യം ചെയ്ത് പ്രോഗ്രാമുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ റിസോഴ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതും വിൻഡോസിന്റെ പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. വിൻഡോസ് കൈകാര്യം ചെയ്യുന്ന നാലാമത്തെ ഭാഗമാണ് ഫയൽ സിസ്റ്റവും ഡാറ്റ മാനേജ്മെന്റ്. FAT, NTFS പോലെയുള്ള ഫയൽ സിസ്റ്റം ഉപയോഗിച്ച് സ്റ്റോറേജ് ഡിവൈസുകളിലെ ഡാറ്റയും ഫയലുകളും ഓർഗനൈസ് ചെയ്യുക എന്നത് ഒരു പ്രധാന പ്രവർത്തനമാണ്. വിൻഡോസിന്റെ പ്രവർത്തനത്തിലെ അഞ്ചാമത്തെ പ്രവർത്തന ഭാഗമാണ് സിസ്റ്റം മോണിറ്ററിംഗ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഹെൽത്തും പ്രവർത്തനക്ഷമതയും നിരന്തരം നിരീക്ഷിക്കുകയും എററുകൾ കണ്ടെത്തുകയും റിസോഴ്സുകൾ മാനേജ് ചെയ്തുകൊണ്ട് സിസ്റ്റം മെയിൻ്റനൻസ് ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ പ്രവർത്തന ഭാഗത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ സാധാരണയായി നടക്കുന്ന പ്രോസസ്സുകൾ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ടോപ്പിക്കായ വിൻഡോസ് ഡയറക്ടറി സ്ട്രക്ചറാണ്. ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് അതിന്റെ ഡയറക്ടറി സ്ട്രക്ചറിനെ കുറിച്ച്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്യാരക്ടർ യൂസർ ഇന്റർഫേസിലുള്ള ഡോസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഡയറക്ടറി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലേക്ക് മാറുമ്പോൾ ഈ ഡയറക്ടറികളെ ഫോൾഡറുകൾ എന്നാണ് നമ്മൾ
വിളിക്കുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡയറക്ടറി സ്ട്രക്ചർ ഒരു ഹയറാർക്കി സ്ട്രക്ചറാണ്. ഇതിൽ ഏറ്റവും മുകളിൽ ഡ്രൈവും അതിന് താഴെ ഫോൾഡറുകളും സബ് ഫോൾഡറുകളും ഫോൾഡറുകൾക്കുള്ളിൽ ഫയലുകളും വരുന്ന രീതിയിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്. ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റേതായ സിസ്റ്റം ഫയലുകളും ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഫയലുകളും സൂക്ഷിക്കുന്ന പ്രാഥമിക ഹാർഡ് ഡിസ്ക് പാർട്ടീഷനാണ് സി ഡ്രൈവ്. ഇത് പ്രധാന സ്റ്റോറേജ് ലൊക്കേഷനായി കണക്കാക്കപ്പെടുന്നു. സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് നിർണായകമാണ് സി ഡ്രൈവ്. കൂടാതെ കൂടുതൽ പാർട്ടീഷനുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നിലധികം സ്റ്റോറേജ് ഏരിയകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഹാർഡ് ഡ്രൈവുകൾ പാർട്ടീഷൻ ചെയ്യുന്നത്. സി ഡ്രൈവ് കൂടാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പാർട്ടീഷനും സാധാരണയായി DEF എന്നിങ്ങനെയുള്ള ഒരു ഡ്രൈവ് ലെറ്റർ ആണ് ഉണ്ടാവുക. യൂസർ ഡാറ്റ സ്റ്റോർ ചെയ്യുക, സിസ്റ്റം ബാക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ഈ പാർട്ടീഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഫയലുകളും ഫോൾഡറുകളും ക്രമീകരിക്കുന്നതിൽ വിൻഡോസിലെ ഡയറക്ടറി സ്ട്രക്ചർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാര്യക്ഷമമായ ഫയൽ മാനേജ്മെന്റിനും വേഗത്തിലുള്ള നാവിഗേഷനും വിൻഡോസ് ഡയറക്ടറി സ്ട്രക്ചർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വിൻഡോസ് ഡയറക്ടറി ഘടനയിലെ പ്രധാന ഡയറക്ടറികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാന 5 ഡയറക്ടറികളാണ് ഉള്ളത്. 1 സിസ്റ്റം ഡയറക്ടറി, 2 പ്രോഗ്രാം ഫയൽ ഡയറക്ടറി, 3 യൂസർ ഡയറക്ടറി, 4 വിൻഡോസ് ഡയറക്ടറി, 5 ടെമ്പററി ഫയൽ ഡയറക്ടറി. ഇതിൽ ആദ്യത്തേതാണ് സിസ്റ്റം ഡയറക്ടറി. സിസ്റ്റം ഡയറക്ടറി എന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു നിർണായക ഘടകമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ സിസ്റ്റം ഫയലുകളും ലൈബ്രറികളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വിൻഡോസ് വെർഷനെ ആശ്രയിച്ച് സിസ്റ്റം ഡയറക്ടറികളുടെ ലൊക്കേഷനുകൾ വ്യത്യാസമായിരിക്കും. ആദ്യം നമുക്ക് 32-ബിറ്റ് OSന്റെ കാര്യം നോക്കാം. 32-ബിറ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം ഡയറക്ടറി എന്ന് പറയുന്നത് C വിൻഡോസ് സിസ്റ്റം 32 ആയിരിക്കും. അതായത് സി ഡ്രൈവിലെ വിൻഡോസ് എന്ന ഫോൾഡറിനുള്ളിൽ സിസ്റ്റം 32 എന്ന ഫോൾഡറാണ് ഇത്. എന്നാൽ വിൻഡോസ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ 2 സിസ്റ്റം ഡയറക്ടറികൾ ഉണ്ടാകും. C വിൻഡോസ് സിസ്റ്റം 32 എന്ന ഫോൾഡറിൽ 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകളും C വിൻഡോസ് sysvou 64 എന്ന ഫോൾഡറിൽ 32-ബിറ്റിലുള്ള സിസ്റ്റം ഫയലുകളുമാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തേതാണ് പ്രോഗ്രാം ഫയൽ ഡയറക്ടറി. സിസ്റ്റത്തിൽ ആപ്ലിക്കേഷനുകളും പ്രോഗ്രാമുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലൊക്കേഷനാണ് പ്രോഗ്രാം ഫയൽ ഡയറക്ടറി. ഒരു 32-ബിറ്റ് OSൽ C പ്രോഗ്രാം ഫയൽസ് എന്ന ഡയറക്ടറിയാണ് പ്രോഗ്രാം ഫയൽ ഡയറക്ടറി. ഇതിലാണ് സാധാരണയായി ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ 2 പ്രോഗ്രാം ഫയൽ ഡയറക്ടറികൾ ഉണ്ടാകും. C പ്രോഗ്രാം ഫയൽസ് എന്ന ഡയറക്ടറി 64-ബിറ്റ് ആപ്ലിക്കേഷനുകളും പ്രോഗ്രാമുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും C പ്രോഗ്രാം ഫയൽസ് x86 എന്ന ഡയറക്ടറി 64-ബിറ്റ് സിസ്റ്റങ്ങളിൽ 32-ബിറ്റ് ആപ്ലിക്കേഷനുകളും പ്രോഗ്രാമുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. മൂന്നാമത്തേതാണ് യൂസർ ഡയറക്ടറി. യൂസർ ഡയറക്ടറിയെ യൂസർ പ്രൊഫൈൽ ഫോൾഡർ എന്നും അറിയപ്പെടുന്നു. സിസ്റ്റത്തിലെ ഓരോ യൂസർ അക്കൗണ്ടിനും പ്രത്യേകമായി യൂസർ ഡയറക്ടറി ഉണ്ടാകും. ഡോക്യുമെന്റുകൾ, ഡെസ്ക്ടോപ്പ് ഫയലുകൾ, ഡൗൺലോഡുകൾ, ആപ്ലിക്കേഷൻ ക്രമീകരണങ്ങൾ എന്നിവ പോലുള്ള പ്രത്യേകമായ യൂസർ ഡാറ്റ ഇതിൽ അടങ്ങിയിരിക്കുന്നു. യൂസർ ഡയറക്ടറി C യൂസേഴ്സ് യൂസർ നെയിം എന്ന അഡ്രസ്സിലാണ് വരുന്നത്. ഇവിടെ യൂസർ നെയിം എന്നാൽ യൂസർ അക്കൗണ്ടിന്റെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തേതാണ് വിൻഡോസ് ഡയറക്ടറി. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമായ സിസ്റ്റം ഫയലുകളാണ് വിൻഡോസ് ഡയറക്ടറിയിൽ വരുന്നത്. സിസ്റ്റം കോൺഫിഗറേഷൻ ഫയലുകൾ, ഡ്രൈവറുകൾ, DLL അഥവാ ഡൈനാമിക് ലിങ്ക് ലൈബ്രറികൾ പോലുള്ള പ്രധാനപ്പെട്ട ഫയലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിൻഡോസ് ഡയറക്ടറി സാധാരണയായി C വിൻഡോസ് എന്ന ലൊക്കേഷനിലാണ് വരുന്നത്. അഞ്ചാമത്തേതാണ് ടെമ്പററി ഫയൽ ഡയറക്ടറി. വിവിധ സിസ്റ്റം പ്രോസസ്സുകളും ആപ്ലിക്കേഷനുകളും പ്രവർത്തിക്കുന്ന സമയം താൽക്കാലികമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് ടെമ്പററി ഫയൽ ഡയറക്ടറി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് നാവിഗേറ്റിംഗ് വിൻഡോസ് ഡയറക്ടറി എന്ന മൂന്നാമത്തെ ടോപ്പിക്കാണ്. ഫയലുകൾ ആക്സസ് ചെയ്യുന്നതിനും പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും സിസ്റ്റം ഫങ്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും വിൻഡോസ് ഡയറക്ടറി ഘടനയിലൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിവിധ ലൊക്കേഷനുകളിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിരവധി ഫയലുകൾ ഒരേ സമയം നമുക്ക് ആക്സസ് ചെയ്യേണ്ടതായി വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഫയലുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതാണ് നാവിഗേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്രകാരം ഡയറക്ടറി സ്ട്രക്ചറിലൂടെ വേഗത്തിലുള്ള നാവിഗേഷൻ സാധ്യമാക്കുന്നതിന് വിൻഡോസ് നൽകുന്ന ഒരു ബിൽറ്റ്-ഇൻ ഗ്രാഫിക്കൽ ഇന്റർഫേസ് ടൂളാണ് ഫയൽ എക്സ്പ്ലോറർ. ഇത് യൂസറിന് ഫോൾഡറുകളിലേക്ക് എത്തിപ്പെടുന്നതിനും ഫയലുകൾ കാണാനും ഫയൽ മാനേജ്മെന്റ് ടാസ്കുകൾ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇനി നമുക്ക് വിൻഡോസ് ഡയറക്ടറി ഘടനയിലെ ഫയൽ പാത്തുകൾ എന്താണ് എന്നുകൂടി മനസ്സിലാക്കാം.
മനസ്സിലാക്കാം. വിൻഡോസ് ഡയറക്ടറി ഘടനയ്ക്കുള്ളിൽ ഒരു ഫയലിന്റെയോ ഡയറക്ടറിയുടെ സ്ഥാനം വ്യക്തമാക്കുന്ന യുണീക്ക് അഡ്രസ്സാണ് ഫയൽ പാത്ത്. ഒരു ഫയൽ പാത്ത് റൂട്ട് ഡയറക്ടറിയിൽ നിന്ന് ടാർഗറ്റ് ഫയലിലേക്കോ ഡയറക്ടറിയിലേക്കോ ഉള്ള പൂർണ്ണമായ പാത്ത് നൽകുന്നു. ഉദാഹരണത്തിന് സി യൂസേഴ്സ് യൂസർനെയിം ഡോക്യുമെന്റ്സ് file.txt എന്നത് ഒരു ഫയൽ പാത്തിനെ കാണിക്കുന്നു. ഇത് file.txt എന്ന ടെക്സ്റ്റ് ഫയൽ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്ന കൃത്യമായ വിവരം നമുക്ക് നൽകുന്നു. അതായത് file.txt എന്ന ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിൽ യൂസേഴ്സ് എന്ന ഡയറക്ടറിക്കുള്ളിൽ അഥവാ ഫോൾഡറിനുള്ളിൽ, യൂസർ നെയിം എന്ന സബ് ഫോൾഡറിനുള്ളിൽ, ഡോക്യുമെന്റ്സ് എന്ന മറ്റൊരു സബ് ഫോൾഡറിനുള്ളിലാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫയൽ ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റിന്റെയും ഒരു അടിസ്ഥാന വശമാണ് വിൻഡോസ് ഡയറക്ടറി ഘടന. കാര്യക്ഷമമായ ഫയൽ ആക്സസിനും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും പ്രധാന ഡയറക്ടറികളെക്കുറിച്ചും അവയിലൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഡയറക്ടറി ഘടനയെക്കുറിച്ച് പരിചയപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് വിൻഡോസിൽ നിങ്ങളുടെ ഫയലുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാനും സിസ്റ്റം ടാസ്കുകൾ നിർവഹിക്കാനും അനായാസമായി സാധിക്കുന്നതാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.